ثم لتسألن يومئذ عن النعيم. പിന്നീട് നിങ്ങൾ ഈ ഭൂമി ലോകത്ത് അനുഭവിച്ച സുഖങ്ങളെക്കുറിച്ച്, സുഖാസ്വാദനങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടൂട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഒരു ചോദ്യം, തിന്നാനും കുടിക്കാനും ഒന്നും പറ്റൂലേ വയറ് നിറച്ച്? ചോദ്യം ഉറപ്പാണ്. തിന്നണേനും കുടിക്കണേനും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ആ തിന്നതും കുടിച്ചതും ഏത് വഴിക്ക് ചെലവഴിച്ചു എന്ന് ചോദ്യം ഉണ്ടാവും. അതിന് ഉത്തരം പറയാൻ കഴിയണം. അതാണ് വിജയം. അതാണ് ഒരു മുസ്ലിമിന്റെ വിജയം. തിന്നതെവിടെ, കുടിച്ചതെവിടെ, നിന്റെ സമയമെവിടെ, നിന്റെ ആരോഗ്യമെവിടെ, ചെലവഴിച്ചു എന്ന് മറുപടി പറയണം. സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, കരള് പിളർക്കുന്ന ഒരു കഥയുണ്ട്. സുമ്മല തുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം എന്ന ആയത്തുമായി ബന്ധപ്പെട്ട് ഒരു നല്ല ചരിത്രം നമുക്ക് വായിക്കാം. ആ ചരിത്രം ഒന്ന് പറയാം. നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി, സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി. സ്വലാത്തിന്റെ മഹത്വം കൊണ്ടെങ്കിലും രക്ഷപ്പെടണം, അല്ലാതെ ഒന്നുകൊണ്ടും രക്ഷപ്പെടൂല. നബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടും. അതല്ലാതെ എന്താ നമ്മളെ കയ്യിലുള്ളത്? ബാക്കിയുള്ളതൊക്കെ ശരിക്ക് വിചാരണ ചെയ്താൽ വട്ടപൂജ്യായിരിക്കും. സ്വലാത്ത് വിചാരണ കൊണ്ട് നഷ്ടപ്പെടൂല. സ്വലാത്ത് ഒന്നങ്ങ് ചൊല്ലിയാൽ അത് ലോകമാന്യത്തോടെ ആണെങ്കിലും, ആളെ കേൾപ്പിക്കാനാണെങ്കിലും, കളിയാക്കിക്കൊണ്ടാണെങ്കിൽ പോലും അതിന് കൂലി കിട്ടും. സുഹൃത്തുക്കളെ, കളിയാക്കുക എന്ന് പറഞ്ഞാൽ സ്വലാത്തിനെ കളിയാക്കിയ കൂലി കിട്ടുന്നല്ല. പിന്നെ ഒരാൾ അവിടെ സ്വലാത്ത് ചൊല്ലുന്നത് കേട്ടു, അവനതത്ര ഇഷ്ടപ്പെട്ടില്ല. ഇവൻ വന്നിട്ട് മറ്റൊരാളോട് പറഞ്ഞു, പിന്നെ ഞാൻ വരുമ്പോണ്ടോ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു നിൽക്കുന്നത്, അതിന് ഇവനൊരു കൂലി കിട്ടും. സ്വലാത്ത് ചൊല്ലിയ കൂലി എന്ന് പറഞ്ഞാൽ സ്വലാത്ത് ചൊല്ലിയത് ലിസ്റ്റിന്ന് ഒരിക്കലും ഡിലീറ്റായി പോകൂല. അത് ക്യാൻസലേഷൻ അതിന് വരൂല. അതുകൊണ്ട് നന്നായി സ്വലാത്ത് ചൊല്ലിക്കോ, അത് വിജയത്തിന്റെ മാർഗമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വലാത്ത് ചൊല്ലുന്നവരെ കുറിച്ച് പറഞ്ഞത് കാണാം. ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ. എന്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവൻ അവനാണ് അന്ത്യദിനത്തിൽ എന്നോടടുത്തവൻ, എനിക്ക് ബന്ധപ്പെട്ടവൻ. അവനെ ഞാൻ പരിഗണിക്കും, അവനെ ഞാൻ മൈൻഡ് ചെയ്യും. മുഹമ്മദുനിൽ മുസ്തഫ സയ്യിദുൽ വജൂദ് ത്വഹ റസൂലുള്ളാഹി. അൽഹംദുലില്ലാഹ്, ആവേശത്തിൽ ചൊല്ലിയ സ്വലാത്തും അല്ലാഹു ഖബൂലാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് മുത്തുനബിയുടെ പ്രിയപ്പെട്ട അനുയായി, ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ മെമ്പർ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശന്ന് വലഞ്ഞ് വഴിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് വീട്ടിലൊന്നുമില്ലാഞ്ഞിട്ട് ഇറങ്ങിയതാ. വഴിയിൽ വന്നിരുന്നാൽ ആരെങ്കിലും കാണുമ്പം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വല്ലതും തന്നാലോ എന്ന് കരുതി വീട്ടിലൊന്നും ഇല്ലാഞ്ഞിട്ട് ഇറങ്ങി വന്നതാ. അതുപോലെ വീട്ടിലൊന്നുമില്ലാഞ്ഞിട്ട് ഇറങ്ങിയതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ് ആദ്യം വന്നിരുന്നത്. പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയല്ല, ഓർഡർ തെറ്റിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം പെരുവഴിയിൽ വന്നിരിക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നു. വരുമ്പം ഉമറിനെ കണ്ടപ്പം നേരമില്ല, നേരത്ത് ആ സമയത്ത് വഴിയില് പെരുവയില് വഴിയില് വെയിലും കൊണ്ടിരിക്കുന്ന ഉമറിനെ കണ്ടപ്പോ സിദ്ദീഖ് തങ്ങളുടെ ചോദ്യം, മാ അഖ്റജക യാ ഉമർ, ഉമറോ എന്തേ നേരത്ത് ഇവിടെ, എന്തേ പൊരേന്ന് പുറത്തിറങ്ങി ഇപ്പൊ ഇവിടെ പുറത്ത് കാണാൻ കാരണം? സിദ്ദീഖിന്റെ മറുപടി, അഖ്റജനിയൽ ജൂ,
പട്ടിണിയാണ് എന്നെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയത് സുദ്ദീഖേ. അപ്പൊ സുദ്ദീഖ് തങ്ങൾ തിരിച്ചു പറയുന്നു, അഖ്റജനിയല്ലദീ അഖ്റജക യാ ഉമർ. ഉമറേ, നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയ അതേ വസ്തു തന്നെയാണ് എന്നെയും വീട്ടിൽ നിന്ന് പുറത്തിറക്കിയത്. വിശന്നിട്ട് ഒരു സാധനം കഴിക്കാനില്ലാഞ്ഞിട്ട് വന്നതാണ്. പരസ്പരം സഹായിക്കാൻ കഴിയില്ല, രണ്ടാളും ഒരുപോലെ അല്ലെ. അപ്പൊ രണ്ടാളും ആ പെരുവഴിയിലിരുന്ന് വിശപ്പിന്റെ കഥയും പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാ വരുന്നത് അതുവഴിക്ക് മൂന്നാമത്തെയാള്, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി. നബി തങ്ങൾ കണ്ട ഉടനെ ചോദിച്ചു, മാ അഖ്റജകുമാ, നിങ്ങൾ എന്തേ രണ്ടാളും നേരത്തിവിടെ? മറുപടി, അഖ്റജനൽ ജൂഅ്, നബിയെ വിശപ്പ് കൊണ്ട് പുറത്തു വന്നതാ. ഉടനെ നബി തങ്ങളുടെ മറുപടി, അഖ്റജനിയല്ലദീ അഖ്റജകുമാ, നിങ്ങൾ പുറത്തു വന്ന അതേ കാരണമാണ് ഞാനും പുറത്തു വരാൻ കാരണം. നിങ്ങൾ പുറത്തു വന്ന അതേ കാരണമാണ് കേട്ടോ ഞാനും പുറത്തു വരാൻ കാരണം. വിശന്നിട്ട് പൊരയിലൊന്നും ഇല്ലാഞ്ഞിട്ട് ഇറങ്ങിയതാ. ഏതായാലും ഇവിടെ ഇരുന്നിട്ട് ഇത് തീരൂലല്ലോ. പട്ടിണി കഥ പറഞ്ഞ് നമ്മൾ ഇവിടെ മൂന്നാളും കൂടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. എണീക്കൂ. അപ്പൊ എവിടേക്കായി പോക്ക്? എവിടേക്കായി പോക്ക്? ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ തുടങ്ങി. കാരണം ഇവിടുന്ന് എണീപ്പിച്ച് എവിടേക്കാ കൊണ്ടുപോകണമെന്ന് അറിയണ്ടേ. അപ്പോഴല്ലേ നടക്കാനൊരു സുഖമുള്ളൂ. വല്ലതും കിട്ടാൻ വകുപ്പുണ്ടോന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അബുൽ ഹൈസമുൽ അൻസാരിയുടെ വീട്ടിൽ പോകാം. അബുൽ ഹൈസമുൽ അൻസാരിയുടെ വീട്ടിൽ പോകാം. അബുൽ ഹൈസമുൽ അൻസാരിയുടെ വീട്ടിലോ? അദ്ദേഹം വലിയ സൽക്കാരപ്രിയരാ. സ്വഹാബത്തിനോട് പറഞ്ഞു, സൽക്കാരപ്രിയനാണ് അബുൽ ഹൈസമുൽ അൻസാരി. അദ്ദേഹത്തിന്റെ പുരയെ പോയ എന്തെങ്കിലും അദ്ദേഹം ഉണ്ടെങ്കിൽ തരും, ഉറപ്പാ. വിരുന്നുകാര് ചെല്ലുന്നത് വലിയ ഇഷ്ടമാണ്. ഞമ്മക്ക് വിശപ്പടക്കാൻ എന്തെങ്കിലും ഉണ്ടാവും, പോയി നോക്കുക. അബുൽ ഹൈസമിന്റെ വീട്ടിലെത്തിയപ്പം 3 പേരും ചെന്ന് കയറിയപ്പം വീട് അടഞ്ഞു കിടക്കുന്നു. നബി തങ്ങൾ പുറത്തുനിന്ന് വിളിച്ചു, യാ അഹ്ലൽ ബൈത്ത്, യാ അഹ്ലൽ ബൈത്ത്, യാ അഹ്ലൽ ബൈത്ത്. സലാം പറഞ്ഞു, വിളിച്ചു, സമ്മതം ചോദിക്കുന്നു. സമ്മതം ചോദിക്കാതെ അന്യന്റെ വീട്ടിലേക്ക് ഓടിക്കയറാൻ പറ്റില്ലല്ലോ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. അങ്ങനെയല്ലേ ഖുർആൻ പഠിപ്പിച്ചത്. സലാം പറഞ്ഞ് സമ്മതമൊക്കെ ചോദിച്ചു. ആ സമയത്ത് ആ വീട്ടുകാരി പറയുന്നു, നബിയെ കയറിയിരുന്നോളൂ. അബുൽ ഹൈസമുൽ അൻസാരി തൊട്ടടുത്ത് വരെ പോയതാ. വീട്ടുകാരൻ ഇപ്പോൾ വരും, തങ്ങൾ കയറിയിരുന്നോളൂ. പൂമുഖത്ത് കയറിയിരിക്കുന്നു. വീട്ടുകാരനെ കാത്തു നിൽക്കുന്നു. ഭാര്യ പറഞ്ഞു, ഞങ്ങൾക്ക് ശുദ്ധവെള്ളം കൊണ്ടുവരാൻ, ഞങ്ങൾക്ക് വെള്ളം കോരാൻ വേണ്ടി തൊട്ടടുത്ത കിണറ്റിങ്ങൽ വരെ പോയതാണ്. ഇപ്പോൾ വരും തങ്ങളെ. ശരി. നബിതങ്ങളും കൂട്ടുകാരും അവിടെ ഇരുന്നു. അബുൽ ഹൈസമുൽ അൻസാരി വെള്ളവുമായിട്ട് വരുമ്പോ കാണുന്നത് തന്റെ പൂമുഖത്ത് അന്ന് കിട്ടാവുന്ന ഏറ്റവും ടോപ്പ് ലീഡേഴ്സ് 3 പേര്. അബൂബക്കർ റസൂലുള്ളാഹി, അബൂബക്കറിന് സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ. അല്ലേ, എന്തൊരു സന്തോഷം ഉണ്ടാകും, എന്തൊരു സന്തോഷം ഉണ്ടാകും. എത്രയോ ഒപ്പം നടന്നിട്ട് ക്ഷണിച്ചാൽ തന്നെ കിട്ടാത്ത ആളുകളെ നമ്മളെ വീട്ടുമുറ്റത്ത് നമ്മളിങ്ങനെ കാണുക, കയറി വരുമ്പോ എന്തൊരു സന്തോഷം ഉണ്ടാവും. ആ സന്തോഷം നമ്മൾ എങ്ങനെയാ പറഞ്ഞറിയിക്കുക? നമ്മുടെ ടോപ്പ് ലീഡേഴ്സ് നമ്മുടെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ എന്തോ ആവശ്യത്തിന് അവർ വന്നിരിക്കുന്നു. എന്തൊരു സന്തോഷം നമുക്ക് ഉണ്ടാകും. അല്ലാഹ് കൊണ്ടുവന്ന് വെച്ചു വെള്ളം, സലാം പറഞ്ഞു കൊണ്ടുവന്ന് വെച്ചു. സ്വാഗതം ചെയ്യുന്നു, സ്വീകരിക്കുന്നു. എന്നിട്ട് അതാ ഒരു പാത്രത്തിൽ അല്പം ഈത്തപ്പഴം എടുത്തു, ഒരു പാത്രത്തിൽ അല്പം വെള്ളവും എടുത്തു, ഗ്ലാസ്സിൽ വെള്ളം എടുത്തു, പാത്രത്തിൽ ഈത്തപ്പഴം എടുത്തു, മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞു, കുലൂ വശ്റബൂ, തിന്നോളൂ, കുടിച്ചോളൂ. സന്തോഷം. എന്തേ കാരണം? വിരുന്നുകാരായിട്ട് എത്തിയതാണ് ഇവർ. ഇവർക്കുള്ള അതിഥി സൽക്കാരം പ്രഥമ സൽക്കാരം. പ്രഥമ സൽക്കാരം ലൈറ്റ് ഫുഡായിരിക്കും, അല്ലെ? ഒരു കട്ടി കുറഞ്ഞ ഭക്ഷണം കൊടുക്കുക. ഒരു ബേക്കറിയും ചായയും അല്ലെങ്കിൽ ഒരു വെള്ളം കലക്കിയതൊക്കെ കൊടുക്കുക. അതിന്റെ സ്ഥാനത്താ പൊതു.
ഏത് ഈ ഈത്തപ്പഴവും വെള്ളവും പച്ചവെള്ളവും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നബി എന്താണ്ട് കഴിക്കും. അപ്പോഴേക്ക് ഞാൻ ആടറക്കട്ടെ, കത്തിയെടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ. ഭാര്യ റൊട്ടി ചുടട്ടെ, ഞാൻ ആടറത്ത് അത് ശരിപ്പെടുത്താം, നിങ്ങൾ പതുക്കെ അങ്ങോട്ട് കുറച്ചുകൂടും. അപ്പോഴേക്ക് ഇത് കുറച്ച് കഴിക്കുമ്പോഴേക്ക് ഞാൻ പെട്ടെന്ന് ഒരാടറപ്പ് ശരിപ്പെടുത്താം. ഭാര്യ അപ്പോഴേക്ക് റൊട്ടിയും ചുടട്ടെ എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു ഇദ്ദേഹത്തോട് തമാശയായി, ഇയ്യാക വൽ ഹലൂബ്. കത്തിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടപ്പോ പറഞ്ഞു, പിന്നെ അറവുള്ള ആടിനെയൊന്നും പിടിച്ച് കറവുള്ള ആടിനെയൊന്നും പിടിച്ചിറക്കണ്ട കേട്ടോ പറഞ്ഞു. അതൊരു തമാശയാണ്. നമ്മളൊക്കെ പറയുമല്ലോ, നമ്മളൊക്കെ പറയും അല്ലെ, വിരുന്ന് എന്നാല് കോയിമ്പോത്തൊന്നും തള്ളിയിടണ്ടെന്നൊക്കെ പറയുമല്ലോ തമാശയായിട്ട്. അതുപോലുള്ള ഒരു തമാശ. കറവുള്ളതിനൊന്നും അറക്കണ്ട കേട്ടോ പറഞ്ഞു. മഹാനവറുകൾ അത് തമാശയായി ഉൾക്കൊണ്ടു. മഹാനായ അബുൽ ഹൈസുമുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു ഉടനെ ഒരു ആട്ടിൻകുട്ടിയെ അറുത്തു. അത് തൊലിച്ചു, കഷ്ണിച്ചു, അത് വേഗം പാചകം ചെയ്തു. റസൂലുള്ളാഹി സ്വഹാബത്ത് അവിടെ ഇരിക്കുക. അപ്പോഴേക്ക് ഭാര്യ റൊട്ടിയാക്കി. ഈ ചൂടുള്ള റൊട്ടിയും ചൂടുള്ള ആട്ടുമാംസവും അതാ ഹബീബിന്റെയും സ്വഹാബത്തിന്റെയും മുമ്പിൽ വിളമ്പി വച്ചു. വിളിച്ചു, തങ്ങളെ വരൂ. കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാണ്, വിശന്നിട്ട് എത്രയോ നാളുകളായി, നല്ല ഭക്ഷണം ഇങ്ങനെ കണ്ടിട്ട് അത് വേഗം എടുത്ത് തിന്നണം, വയറ് നിറക്കണം. പക്ഷേ നബിതങ്ങൾ തുടങ്ങാതെ ഞങ്ങൾക്ക് തുടങ്ങാൻ പറ്റില്ലല്ലോ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദൈല്ലാഹി വറസൂലി. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും ഓവർടേക്ക് ചെയ്യരുത്, ഖുർആനിലുണ്ട്. അപ്പൊ നബി തിന്നാതെ ഞങ്ങൾക്ക് തിന്നാൻ പറ്റൂല. അദബ് കീപ്പ് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തു നിന്നു. അങ്ങനുണ്ട് അദബു ബഹുമാനമൊക്കെ കൽപ്പിക്കേണ്ട ആളുകൾ നമ്മൾ തിന്നുന്ന മജ്‌ലിസിലുണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ചത്ര തിന്നാൻ കഴിയൂല. വേഗം തിന്നാൻ കഴിയൂല എന്നല്ല, വിചാരിച്ചത്ര തിന്നാനും കഴിയൂല. അതുകൊണ്ട് തന്നെ ചിലരൊക്കെ ഉസ്താദുമാരും മൂല്യന്മാരും ഒക്കെ ഉള്ളടത്ത് ഒന്നങ്ങോട്ട് ഇങ്ങനെ വലിയലുണ്ട്, നമുക്ക് ഇവിടെ നല്ലത് എന്ന് പറഞ്ഞിട്ട്. കാരണം ഈ ഒരു അദബ് കീപ്പ് ചെയ്യുമ്പോഴേക്കും ഇവിടെ പോവെന്ന് കരുതിയിട്ട് നമ്മളിത് നഷ്ടപ്പെടുമോ എന്ന് ഭയന്നിട്ട്. അപ്പോ അദബ് കീപ്പ് ചെയ്തിട്ട് ഇത് വേഗം എടുക്കാൻ വയ്യ. നബി ആണെങ്കിൽ എടുക്കുന്നുമില്ല, എടുക്കുന്നുമില്ല. അപ്പൊ വല്ലാതെ അക്ഷമനായ നേരത്ത്, കാരണം നബിതങ്ങളൊന്ന് എടുക്കായിരുന്നു. നബിതങ്ങൾ ആ ഭക്ഷണത്തിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ ഭക്ഷണത്തിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഞാൻ ഈ സംഭവമൊക്കെ ഇങ്ങനെ വായിച്ചപ്പോ ഇങ്ങനെ ആലോചിച്ചത്, നമ്മൾ ഓതി പഠിക്കുന്ന കാലത്തൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് നല്ല പാർട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് മുതാലിമീങ്ങളെയൊക്കെ വിളിക്കും. അപ്പൊ ഉസ്താദിന്റെ അടുത്തെങ്ങാനും ഭക്ഷണം കഴിക്കാൻ ഇരുന്നാലുള്ള അവസ്ഥ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവം വായിച്ചപ്പോ ഓർത്തുപോയി. കാരണം നമുക്ക് വേണ്ടതുപോലെ അങ്ങോട്ട് കഴിക്കാൻ കഴിയൂല. ഉസ്താദിന്റെ അടുത്താണെങ്കിൽ അങ്ങനെയാണ്. ഏതായാലും ഉസ്താദ് തുടങ്ങാൻ വയ്യ. ഉസ്താദിനെ കാത്തിങ്ങനെ നിന്നു. അപ്പോഴാണ് കുറെ കഴിഞ്ഞപ്പോ നബിതങ്ങൾ പത്തിരി പാത്രത്തിലേക്ക് കൈനീട്ടി അതിൽ നിന്നൊരു പത്തിരി എടുത്തു. ആ പത്തിരി എടുത്തിട്ട് അതിങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചു. അതാ നല്ല സ്വാദുള്ള ആട്ടുമാംസം 2 കഷ്ണം എടുത്തിട്ട് ഈ പത്തിരിയുടെ നടുക്ക് വെച്ചു. അത് പത്തിരിയിൽ പൊതിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റു. അതാ പോകുന്നു. എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല, എപ്പോഴാ വരിക എന്ന് പറഞ്ഞിട്ടില്ല. 2 പത്തിരിയും 2 കഷ്ണം ഇറച്ചി എടുത്തിട്ട് നബി പോയിരിക്കുന്നു. എങ്ങോട്ടാ, എന്തിനാ, എപ്പോഴാ തിരിക്കുക ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാ നിങ്ങൾ കഴിച്ചോന്നും പറഞ്ഞിട്ടില്ല. ഇവരിങ്ങനെ കാത്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി വരുമല്ലോ എന്ന് കരുതിയിട്ട് മടങ്ങി വരോളും കഴിക്കുന്നില്ല. എന്നാൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനനുസരിച്ച് ഇതെപ്പോഴാ എത്താന്നൊക്കെ ഒരു നിഗമനം ഉണ്ടാവും അല്ലെ. ഇന്നത്തെ ഉസ്താദുമാരൊക്കെ പോയാ പിന്നെ ഓൽക്ക് മാനുണ്ടെങ്കിൽ തിരിച്ചു വരാതൊക്കെല്ലായിരിക്കും നല്ലത് അല്ലേ. ഒന്നും അവിടെ ബാക്കി ഉണ്ടാവണമെന്നില്ല. ഈ ഹബീബ് തിരിച്ചു വരുമ്പോ അതേ രൂപത്തിൽ ഇവർ പത്തിരിയിൽ തൊട്ടിട്ടില്ല.
മാംസത്തിൽ തൊട്ടിട്ടില്ല. നബി തങ്ങൾ വന്നുകൊണ്ട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്തായി ചെയ്തത്? നിങ്ങളൊന്നും കഴിച്ചിട്ടില്ലേ? നബി തങ്ങൾ വരുന്നു, അവർക്കൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നു, തിന്നാൻ പറയുന്നു. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ എന്നോട് പൊറുക്കണം കേട്ടോ, ഞാൻ എങ്ങോട്ടാ പോകുന്നത് എന്ന് പറഞ്ഞില്ല, എപ്പോഴാ വരിക പറഞ്ഞില്ല, എന്തിനാ പോകുന്നതെന്ന് പറഞ്ഞില്ല. 2 പത്തിരിയും റൊട്ടിയും എടുത്ത് മാംസവും എടുത്ത് ഞാൻ ഇവിടെ നിന്ന് പോയി. സ്വഹാബാ ഇനി പറയട്ടെ, ഞാൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ പറയുകയാണ്, ഞാനാ പത്തിരി എടുത്തപ്പോ നിങ്ങൾ എന്നോട് വിഷമം കരുതരുത്, എനിക്ക് തിന്നാൻ വേണ്ടി എടുത്തതാ. പക്ഷേ എടുത്തതോടുകൂടെ പാത്രത്തിലേക്ക് കൈയങ്ങ് നീട്ടിയതോടുകൂടെ എനിക്കൊരു ഉൾവിളി വന്നു, അല്ല മുഹമ്മദേ, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ദിവസമായി ശരിയാ, പക്ഷേ നിങ്ങളെ മോള് ഫാത്തിമയില്ലേ, ഫാത്തിമത്തു ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണ നിങ്ങൾ പറയുന്ന മോളില്ലേ, ആ മോള് ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി. അങ്ങനെ ഒരു ഉൾവിളി വന്നപ്പം ഈ വീട്ടുകാരന്റെ തൃപ്തി മോഹിച്ച് എന്റെ ഊഴത്തിൽ നിന്ന് ഒരു പത്തിരിയും 2 കഷ്ണം ഇറച്ചിയും എടുത്ത് ഞാൻ പോയതാണ് എന്റെ പൊന്നാര മോള് ഫാത്തിമാക്ക് കൊടുക്കാൻ. എന്റെ ഫാത്തിമ എത്ര സന്തോഷത്തോടെയാണ് അത് സ്വീകരിച്ചത്. അത് തിന്നുകണ്ട സന്തോഷത്തിലാ ഞാൻ വന്നത്. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവര് ബഹുമാനപ്പെട്ട ബീവി, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തങ്ങൾ ഈ വിഷയമൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ഭക്ഷണമൊക്കെ കഴിച്ചു. എഴുന്നേറ്റ് പോകുമ്പോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോട് ചോദിച്ചു, അല്ല പിന്നെ ആ വീട്ടുകാർക്ക് വേണ്ടി ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. അതും ചരിത്രത്തിൽ കാണാം. ഫദഉ ലഹും ബിൽ ബറക, അവർക്ക് വേണ്ടി ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്തു കൊടുത്തു. ഞാനിവിടെ വന്നപ്പോ എല്ലാ ദിവസവും ഭക്ഷണം തന്ന വീട്ടുകാരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ബറക്കത്ത് നൽകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദന്മാരൊക്കെ ആ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു. നമ്മളും ദുആ ചെയ്തു, അള്ളാഹു സ്വീകരിക്കട്ടെ. ആ വീടുകളിലൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. നിങ്ങളുടെ ഒക്കെ വീടുകളിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. എല്ലാവരെയും അള്ളാഹു സ്വർഗക്കാരിൽ പെടുത്തി തരട്ടെ. നരകത്ത് തൊട്ട് അള്ളാഹു കാക്കട്ടെ. വലത്തെ കയ്യിൽ അള്ളാഹു കിതാബ് തരട്ടെ. ഇടത്തെ കയ്യിൽ തരുന്നതിനെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇന്ന് നല്ല ഒരു ഭക്ഷണം കഴിച്ചു. വയറ് നിറയെ തിന്നു നബിയെ. കുറെ വിശന്നിട്ട് കിട്ടിയതല്ലേ, കുറച്ചങ്ങകത്താക്കി എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, എങ്കിൽ ആ ഭക്ഷണം വാരി വലിച്ചു തിന്നുമ്പം നിങ്ങൾ ഒരായത്തിനെ കുറിച്ച് ചിന്തിച്ചിരുന്നോ? ഖുർആനിലെ ഏതാ നബിയെ അത്? അപ്പൊ നബി പറഞ്ഞു, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്ന ആയത്തിനെ കുറിച്ച് ചിന്തിച്ചിരുന്നോ? ഈ ഭൂമി ലോകത്ത് നിങ്ങൾ ആസ്വദിച്ച സുഖങ്ങളെ കുറിച്ച് നാളെ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞപ്പം ഇന്ന് തിന്ന പത്തിരിൻ റൊട്ടി അള്ളാഹ് നാളെ ചോദ്യം ചെയ്യും, പത്തിരി ഇറച്ചും ചോദ്യം ചെയ്യോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ അങ്ങനെയാണെങ്കിൽ സംഗതി കുറച്ച് ബുദ്ധിമുട്ടാ, ഈ പത്തിരി എന്റെ വയറ്റിൽ കിടക്കണ്ട. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പലപ്പോഴും അങ്ങനെ വായിൽ കൈയിട്ട് ഛർദ്ദിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കരുതേ, ഞാൻ തിന്നാൻ പറ്റൂല എന്നല്ല ഈ പറഞ്ഞത്. വയറ് നിറച്ച് തിന്നു, നിങ്ങൾ തിന്നോളൂ, അതിനല്ല വിഷയം. പക്ഷേ ഇതിന്റെ പേരിൽ നാളെ റബ്ബ് ചോദ്യം ചെയ്യുമ്പം ആ ചോദ്യം എളുപ്പമാകാൻ നിങ്ങൾക്കൊരു മാർഗം പറഞ്ഞു തരാം. നിസ്കരിക്കണം, നോമ്പൊൽക്കണം, ഖുർആൻ ഓതണം, അതൊക്കെ ചെയ്യണം. പക്ഷെ അതിന്റെ പുറമെ ഓരോ ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുമ്പോഴും ഖൂലൂ അൽഹംദുലില്ലാഹ്, ആ ഭക്ഷണം തന്ന റബ്ബിനൊന്ന് നന്ദി പറയണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചൊല്ലേണ്ട ദിക്റല്ലേ? തുടങ്ങുമ്പോൾ ബിസ്മി അല്ലാണ്, എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാഹ് പറയണം. പൂർത്തിയായിട്ട് പറയുകയാണെങ്കിൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ എന്ന് പറയണം.
പൂർത്തിയായി ചെല്ലാം. ചുരുങ്ങിയത് അൽഹംദുലില്ലാ എന്ന് പറയണം. അപ്പൊ ഇന്ന് മുതൽ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് അവിടുന്ന് എഴുന്നേൽക്കുമ്പോ ആ ഗ്ലാസ് അവിടെ വെക്കുമ്പോ എന്ത് ചെയ്യണം? അൽഹംദുലില്ലാ എന്ന് പറയണം. പഠിക്കണം. ചോദ്യം അത് ലഘൂകരിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി, നിങ്ങൾക്കുള്ള ചോദ്യം അത് ലഘൂകരിച്ചു തരും സയ്യിദുനാ റസൂലുള്ളാഹി.